ഇനി പറ, ബിരിയാണി നെയ്ച്ചോറ് വേണോ അതോ ചോറ് വേണോ? എനിക്ക് മന്തി മതി, ചിക്കൻ മന്തി. ശരി, നാടനോടൊക്കെ താല്പര്യമില്ല. ഞങ്ങൾ തമ്മിൽ ആകെ ചേർച്ചുള്ള കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് രണ്ടുപേർക്കും ചോറും കറിയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് മിക്ക ദിവസവും രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ പത്തിരിയും പുട്ടും ഇടിയപ്പവും അങ്ങനെ പല പല പലഹാരങ്ങളും. വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ ചോറും മീൻകറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കുക. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ചോറ് വെച്ചത് കൊണ്ടാവണം ചോറ് കുഴഞ്ഞ് കഞ്ഞി പോലെ ആയി. അത് പക്ഷെ എന്റെ പ്രശ്നമല്ല, അരിയുടെ കുഴപ്പം കൊണ്ടാവും. എന്നൊരു പ്രശ്നമല്ല. ചോറുണ്ടാക്കാനുള്ള കാരണം ഈ 2-3 മാങ്ങയാണ്. കണ്ടപ്പോ തൊട്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണം. അങ്ങനെ വീട്ടില് മൺചട്ടിയിൽ ഉമ്മി ഉണ്ടാക്കി തരുന്ന ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ഇതൊന്നും തീരെ ഇഷ്ടമല്ലാത്ത മിസ്റ്റർ ഹസ്ബൻഡ് കഴിച്ചിട്ട് നല്ലതാന്ന് പറഞ്ഞു. അതിന് വലിയ അപ്രൂവൽ നമുക്ക് വേണ്ടല്ലോ. അങ്ങനെ തട്ടിക്കൂട്ടിയൊരു മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കി ക്രേവിങ്സിനെ സെറ്റാക്കി. ഇനി ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ക്യാരറ്റ് മുട്ട തോരനും ഉണ്ടാക്കി. വെളിച്ചെണ്ണയിലെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് സവാളയും പച്ചമുളകും ഉപ്പൊക്കെ ആഡ് ചെയ്ത് ക്യാരറ്റ് കൂടി ആഡ് ചെയ്തിട്ട് ഹാഫ് കുക്ക് ആവുമ്പോൾ തേങ്ങയൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് തോരൻ റെഡിയാണ്. ഇനി എന്നോ അടിച്ചു വെച്ച് 2-3 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അത് നീളത്തിൽ മുറിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് നാരങ്ങ പിഴിഞ്ഞതും അരിപ്പൊടിയും എല്ലാം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കുറച്ചേരൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കോക്കനട്ട് ഓയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റാൻഡം വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി എല്ലാ കറികളും വെച്ചിട്ട് ആയാല് ചോറ് തിന്നാൻ ഇനി മടിച്ചാലോ എന്ന് ഓർത്തിട്ട് കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തു. ബേസിക് മാരിനേഷൻ ഒക്കെ ആഡ് ചെയ്തിട്ട് കുഞ്ഞുള്ളിയും വറ്റൽമുളകും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് ആഡ് ചെയ്ത് കുറച്ച് അരിപ്പൊടിയും ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് വെച്ചിട്ട് നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഓരോന്നായിട്ടിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ക്രിസ്പി ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കും. ഇനി എന്താ കുറച്ച് ചൂട് ചോറിലോട്ട് മാമ്പഴ പുളിശ്ശേരി ഒഴിച്ച് ക്യാരറ്റ് തോരനും ചെമ്മീൻ ഫ്രൈയും പിന്നെ നമ്മുടെ വെണ്ടക്ക വറുത്തതും കൂടെ വെച്ചിട്ട് കൂട്ടി കഴിച്ച് കഴിക്കും. കുറേ നാളുകൂടി കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.